നെമ്മാറദേശത്ത് കണ്യാർ കളിക്ക് തുടക്കമിട്ടുകൊണ്ട് കാൽനാട്ടൽ കർമ്മം നടത്തി. ദേശം ആശാന്മാരുടെയും വേലക്കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ദേശമന്നത്ത് കാൽനാട്ടൽ കർമ്മം നടത്തിയത്. കണ്യാറുകളി എന്ന് പറയുന്നത് ആദ്യം ഒരു കളിയാണ് എന്നുള്ള ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യമാണ് ഈ കണ്യാറുകളി. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആ ഓരോ പാട്ടിൻ്റെയും അർത്ഥം നമ്മൾ അത് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനമായ 4 വേദങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അർത്ഥമാണ് അതിൽ വരുന്നത്. തുടർന്ന് വൈകുന്നേരം കളരിപൂജ നടത്തി. ശനിയാഴ്ച പുലർച്ചെ നിറപ്പൊറാട്ടോടെ കണ്യാർകളി ആരംഭിക്കും. ഏതായാലും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ വേല മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചാതിയാർത്ഥം ഉളവാകുന്നതാണ്. എന്നിരുന്നാലും ഈ കണ്യാറുകളി വളരെ ഭംഗിയായി നടന്നാൽ മാത്രമേ ഈ ദേശത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് ഒരു ദൃഢമായ പ്രതിജ്ഞ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ 3 ദിവസം വളരെ ഭംഗിയായി അച്ചടക്കത്തോടും വളരെ കൃത്യനിഷ്ഠയോടും കൂടി തന്നെ കാര്യങ്ങൾ നടത്താൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് കേളി, രാത്രി 9 മണിക്ക് പന്തൽ കേളി എന്നിവയെ തുടർന്ന് 9:30 വട്ടക്കളി അരങ്ങേറും. 3 ദിവസങ്ങളിലായി കളിപ്പന്തലിൽ വിവിധ പുറാട്ടുകൾ നടക്കും. 29 രാവിലെ കളിക്ക് സമാപനം കുറിച്ച് പൂവാരൽ ചടങ്ങ് ഉണ്ടാവും. ഈ കളി നെമ്മാറ ദേശത്തിലുള്ള കുട്ടികൾ, വെളിയിലുള്ള പഴയ ആളുകൾ, എല്ലാ ആളുകളും ഉള്ള ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി നെന്മാറ ദേശത്തിൻ്റെ ഈ വർഷത്തെ കണ്യാറുകളി 3 ദിവസവും ലൈവ് UTV കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നെന്മാറ ദേശത്തിൻ്റെ ഗ്രൂപ്പുകളിലും മറ്റുള്ളതിലും ഇടുന്നതായിരിക്കും. എല്ലാ ദേശക്കാരെയും, അടുത്തുള്ള ദേശത്തിലുള്ള ദേശവാസികളെ എല്ലാവരെയും 3 ദിവസത്തെ കളി കാണുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം പ്രായമുള്ള ആൾക്കാർക്ക് ലിങ്കിൽ കൂടെ കാണുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ആളുകളും 3 ദിവസം കളിപ്പന്തലിൻ്റെ അടുത്ത് വന്ന് കളി കണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ദേശത്തെ കളി ഗംഭീരമാക്കുന്നതിനും വേണ്ട എല്ലാ സഹായങ്ങളും കമ്മിറ്റിയുടെ ഭാഗത്തേക്ക് എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. UTV ന്യൂസ്, പാലക്കാട്.